മലയാള സിനിമയിൽ ഷൈജോയ്ക്ക് ഒരു കോള് വരുന്നു. ആദ്യം ഷൈജോ പറയുന്നു, എത്ര രൂപ എനിക്ക് തരും. അതൊരു സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഷൈജോ അഭിനയിക്കത്തുള്ളൂ. അത് ഇന്ന് തന്നെ അതും ഒന്ന് തിരുത്തണം. എന്തുവായിരുന്നു ആ സത്യകഥ? അത് ആ ഫോൺ വരുന്നതിന് മുമ്പ് വരെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ വാദോരാതെ സംസാരിക്കുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ ഞങ്ങളെല്ലാവരും വളരെ വിഷമിച്ച് ഞാനും വൈഫും മക്കളും എല്ലാം കൂടെ നിൽക്കുന്ന സമയത്താണ് ഈ കോള് വരുന്നത്. അപ്പോൾ ഈ കോള് വരുമ്പോഴും ഇനി ഇതും അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നല്ല നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഫോണിനകത്തേക്കാണ്. ഫോണിനകത്തേക്ക് ശ്രദ്ധിക്കും, എല്ലാവരും പരസ്പരം നോക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിന്ന് പിന്നെ ഇത് എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് നമുക്ക് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് തുടങ്ങിയപ്പം കട്ടായി. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കുക. തിരിച്ച് വിളിച്ച് കഴിയുമ്പോഴാണ് ഡിക്സൺ പൊടുത്താസാണ് എന്ന് എന്നോട് നിങ്ങൾ പറയുമ്പോഴാണ് ഡിക്സൺ ചേട്ടൻ ഇത്രയും വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് വിളിക്കണമെന്ന് മനസ്സിലാവുന്നത്. എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മൊത്തം ഈ പ്രശ്നങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചുറ്റും വന്ന് നിൽക്കുവാണല്ലോ. അതെ, എന്തായിരിക്കും ഇനി അടുത്ത നിലപാടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നു. അപ്പം പറയുന്നു സിനിമയാണെന്നുള്ള രീതി പറയണം. അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ അവസ്ഥ വെച്ചിട്ടേ സിനിമയാണ് എത്ര വയസ്സ് കിട്ടുമെന്നുള്ളത് ചോദിച്ചു എന്നുള്ള സത്യം. കാരണം ഡിക്സൺ പൊടുത്താസ് പോലൊരു അത്രയും അറിയപ്പെടുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു നുണ പറയൂ? അതെ, ഇല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവമാണത്. ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. ഒരു പക്ഷെ അത് മറച്ചു വെക്കാം അല്ലേ? പിന്നെ അത് വേണമെങ്കിൽ സിനിമയാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെക്കാം. പക്ഷെ നമ്മൾ അപ്പം നിൽക്കുന്ന സ്റ്റേജ് അങ്ങനെയല്ല. അതെ, അപ്പം പിന്നെ നമ്മളത് പറഞ്ഞേ പറ്റൂ. പക്ഷേ അപ്പോൾ ചോദിക്കും ആ സ്റ്റേജിനെ പിന്നെ എങ്ങനെ ഓക്കം ചെയ്തു, അങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ചേട്ടാ, ഇപ്പോഴാണ് എന്നോട് പറയണത് ലാൽ സാറിൻ്റെ. അപ്പോൾ ഞാൻ എത്ര ദിവസം ആണ് വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവരെ മാത്രം ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് ഓർത്തിട്ട് കൂടിയാണ് ഞാൻ ചോദിക്കണത് എത്ര ദിവസം വേണ്ടി വരും. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി കിട്ടുവാണെങ്കിൽ അതും ഒന്നും കളയാൻ പാടാത്ത അവസ്ഥയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയണത്. അന്നേരം പറയണത് അത് ലാൽ സാറിൻ്റെ ഡേറ്റുകൾ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അതോടുകൂടി സ്റ്റക്കായില്ലേ? കിളി പോയോന്നോ?